സാറായിട്ട് തോന്നി. ഏതാണെങ്കിലും ആ പ്രതിഭയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണമിക്കുന്നു. പിന്നെ രംഗത്ത് അവതരിപ്പിച്ച ഇവരൊക്കെ തന്നെ എനിക്കതിലൊരു അല്പം ഒരു കുറവ് തോന്നിയതെന്ന് വെച്ചാൽ പാർട്ടി കുറച്ചും കൂടെ പാർട്ടി തന്നെ അല്ലേ അല്ലേ? എനിക്ക് തോന്നുന്നത് ആദ്യം വളരെ സംഭ്രമജനകമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതായത് മരിച്ചുപോയി എന്ന് പറയുമ്പോഴേ വസന്തത്ത ആ സമയത്തെ ഭാവങ്ങൾ എനിക്ക് തോന്നുന്നത് അല്പം കൂടെ മുന്നിലേക്ക് കയറി വരേണ്ടതായിരുന്നു എനിക്ക് തോന്നി. കാരണം അത് ഉജ്ജ്വലമായ ഭാവങ്ങളായി അതല്ല എന്നൊരു ഒറ്റ കുറവ് മാത്രമേ എനിക്ക് അതിൽ തോന്നുന്ന പൊസിഷൻ കൊണ്ടേ ഒരല്പം ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം അത്രയ്ക്ക് ഭാവങ്ങൾ അതിൽ ഉണ്ട്. ഒരു പക്ഷേ ഭാവങ്ങൾ വാചാലമായി തന്നെ പുറത്തു വരുന്ന സന്ദർഭമാണ് അത്. വളരെ മനോഹരമായിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ശരിക്കും രോമാഞ്ചായി പറയുന്നതാണ്. ഇതിനപ്പുറം വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ എന്നെ എന്തിനാ പറയാൻ വെച്ചതെനിക്കറിയില്ല. കാരണം ഇതൊക്കെ കലാകാരന്മാരാണ്. സാറാണെന്നുണ്ടെങ്കിൽ കഥകളിക്ക് ആട്ടപ്രകാരം നിശ്ചയിച്ചു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കലാകാരനാണ് ഉറപ്പായിട്ട്. ടീച്ചറാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വയലിൻ വിദുഷിയാണ്. അപ്പം അതെ സാറാണെങ്കിൽ നല്ലൊരു വേഷക്കാരനാണ്. അപ്പൊ അങ്ങനെ ഇവരൊക്കെ അതിവിദഗ്ധന്മാരാണ്. അപ്പൊ ഇതൊന്നും നല്ലൊരു സാധാരണ ആയിട്ടുള്ള ഞാൻ എന്താണ് പറയുന്നത് എനിക്കറിയാം. എന്താണെങ്കിലും അത്യുച്ചത് പ്രത്യേകിച്ച് അതിനെ ചുരുക്കിയെടുത്ത് സംക്ഷിപ്തമാക്കി എടുത്തതിനുള്ള ആ ഒരു സൂക്ഷ്മദർശിത്വത്തെ അംഗീകരിക്കാതിരിക്കാനും പ്രവൃത്തിയില്ല. തന്നെയല്ല അതെല്ലാം കണ്ടുകൊണ്ട് ലിപ് മൂവ്മെന്റ്സ് ഒക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ അത് ശരിക്കും അത്യന്തം ഉജ്ജ്വലമായിട്ടുണ്ട്. ഒരെണ്ണം പിഴവ് വന്നിട്ട് കാര്യത്തിൽ വളരെ മനോഹരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരെയും ഒരു 15 കലാകാരന്മാരെ പഞ്ചദശ കുശീലവാഹ ഇതായി സംഘടിത 15 കുശീലവന്മാരെയാണ് നമ്മളിവിടെ കണ്ട്. തന്നെ കുശീലവന്മാർ മാത്രമല്ല കേട്ടോ, ഒരു നാടകം എന്ന് പറഞ്ഞാൽ എത്ര ആളുകളുടെ സഹൃദമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, എത്ര കലാകാരന്മാരാണ്. നമ്മൾ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വലിയ കലാകാരൻ ഇതവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ 15 പേര്. അപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയുന്നത് നമ്മുടെ തോന്നുന്നില്ലാത്തോ നമ്മൾ തീർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എൻ്റെ അനുമോദനപൂർവകമായ പ്രണാമം അർപ്പിക്കുന്നു. പൂർണ്ണമായിട്ട് സ്റ്റുഡൻസാണ് നമ്മളെ എന്താ രാജാവും ബ്രഹ്മചാരിയൊക്കെ ഇപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ ഒരു വലിയ അഭിമാന വാസ്തവത്തിൽ ഞങ്ങൾക്കുണ്ട്, പൊന്നുമിക്കുണ്ട്. ഫ്രാൻസിസ് സാർ പറഞ്ഞ അതേപോലെ ഞാൻ എന്തിനാണ് ഇവിടെ എന്നുള്ളൊരു മട്ടാണ് എന്നൊരു തോന്നൽ എനിക്ക് വന്നത്. വളരെ നന്നായിരുന്നു. ഈ കൂടിയാട്ടമൊക്കെ വായിച്ചു മാത്രമേ കണ്ടിട്ടുള്ളൂ, കൂടുതൽ അടുത്ത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസൺ താരതമ്യം എൻ്റെ ഉള്ളിൽ വന്നതുമില്ല. എനിക്ക് വിദൂഷകനെയും വാസവദത്തെയും ഉദയനെയും പത്മാവതിയും എല്ലാവരെയും വളരെ നന്നായിട്ട് ചെയ്തതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട്, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ആ കഥാതന്തു പൊട്ടിപ്പോവാതെ കറക്റ്റായിട്ട് ആ സീനുകളെ വിനിവേശിപ്പിച്ചത്, അതെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അനുമോദനങ്ങൾ